പുഴയും കടന്ന് ഇനി വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ പാല് കാച്ചിയ പാലുമായിട്ടാണെങ്കിൽ നരൻ്റെ അടുത്തേക്ക് കാവേരി എത്തുന്നുണ്ട്. അപ്പം അകത്ത് വെച്ച് തന്നെ കൊടുക്കാൻ നീട്ടുമ്പം അത് മൈൻഡ് ചെയ്യാതെ നരൻ പുറത്തേക്ക് പോവാണ്. പുറത്ത് വന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കാവേരി ഗ്ലാസ് പാലുമായിട്ട് നരൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നരൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഫോൺ ചെയ്യുകയാണ്. പെട്ടെന്ന് കാറിൻ്റെ ഡോറ് തുറന്ന് നരൻ അങ്ങ് പോവുകയാണ്. അപ്പം ഡോറ് തട്ടി ആ പാല് മൊത്തം താഴെ വീഴുന്നുണ്ട് കാവേരിയുടെ കയ്യിൽ നിന്ന്. ഇത് കാണുമ്പോൾ കാവേരിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നരൻ അങ്ങ് കാറും എടുത്ത് പോവുകയാണ്. അപ്പം കാവേരി പറയാണ്, എന്തൊരു അഹങ്കാരം പിടിച്ച മനുഷ്യൻ, ഇതെന്താ ഇവിടെ ഒരാൾ പുറകെ ഇതുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ കണ്ടില്ലേ, എന്തൊരു അഹങ്കാരമാണെന്ന് കാവേരി ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് അതിന് ശേഷം ശാരദയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. അപ്പോൾ ശാരദ ചോദിക്കുന്നുണ്ട്, അത് ആ മോന് കൊടുത്തു എന്ന് ചോദിക്കുകയാണ്. ഏത് മോന്? അയാളൊരു മുരടനാണെന്ന് തോന്നുന്നു എന്ന് കാവേരി പറയുന്നുണ്ട്. അപ്പോൾ ശാരദ പറയുന്നുണ്ട്, നീ ആ കൊച്ചിന് കൊടുത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ കൊണ്ട് ചെന്നായിരുന്നു, പക്ഷേ അയാൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അയാൾ കാറിൽ കയറിപ്പോയി. മാത്രവുമല്ല ഡോറ് തട്ടി എൻ്റെ കയ്യിൽ നിന്ന് ആ പാല് താഴെ വീഴുകയും ചെയ്ത് അത് പോവുകയും ചെയ്ത്. അയാൾ ഇതൊന്നും മൈൻഡ് ചെയ്തില്ല എന്ന് കാവേരി പറയുന്നുണ്ട്. അപ്പോൾ ശാരദ പറയുന്നുണ്ട്, നിനക്ക് ആ കൊച്ചിനെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ, അവൻ കണ്ടു കാണത്തില്ല എന്ന് പറയുന്നുണ്ട്. ഉടനെ കാവേരി പറയുന്നുണ്ട്, പിന്നെ എൻ്റെ മുന്നിൽ കൂടെ അയാൾ ഇറങ്ങിപ്പോയത്, എന്നിട്ട് അയാൾ കണ്ടില്ലെന്ന്, അയാൾ വലിയ ജാടയാണെന്നൊക്കെ കാവേരി പറയുന്നുണ്ട്. അപ്പോൾ ശാരദ പറയുന്നുണ്ട്, ഇനി നീ ആ കൊച്ചിനോട് അടിയുണ്ടാക്കാനൊന്നും പോകണ്ട. ആ ജയപാലം വന്നപ്പോഴേ ആ നരനെ പേടിച്ചാണ് അയാൾ പോയത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറക്കി വിട്ടേനെ. ആ കൊച്ചായോണ്ട് ഇവിടെ തന്നെ താമസിച്ചോളം പറഞ്ഞത്. അതുകൊണ്ട് നീ ആ കുഞ്ഞുമായിട്ട് വഴക്കിടാനൊന്നും പോവല്ലെന്ന് ശാരദ പറയുന്നുണ്ട്. ഞാനൊന്നിനും പോകുന്നില്ല എന്ന് കാവേരി പറയുന്നുണ്ട്. അതിനുശേഷം കാവേരി പുറത്തേക്ക് പോകുന്നുണ്ട്. വീട്ടിലെല്ലാവരും സന്തോഷത്തോടെ തന്നെ കഴിയുന്നുണ്ട്. എന്തായാലും രഘുനാഥനും ഭാര്യയും ആ വീട് ശാരദയ്ക്കും മക്കൾക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. ജയപാലൻ വന്നതുപോലെ തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പുറത്ത് കാവേരി ഒരാവശ്യത്തിനാണ്ട് പോവുകയാണ്. ഈ സമയത്ത് നവീനാണെങ്കിൽ തിരുവനന്തപുരത്ത് വന്നേക്കുവാണ്. കൊച്ചി പോകുന്നെന്നും പറഞ്ഞുകൊണ്ട് രാജേഷിൻ്റെ അടുത്ത് കൊച്ചി പോകുന്നെന്നും പറഞ്ഞുകൊണ്ട് നേരെ വന്നത് കാവേരി തിരക്കി തിരുവനന്തപുരത്തേക്കാണ്. അപ്പം അങ്ങനെ ഒരു കടയുടെ മുന്നിൽ നിന്ന് ചായ കുടിക്കുകയാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് കാവേരി വരുന്നുണ്ട്. കാവേരി ആണെങ്കിൽ നിവിനെ കാണുന്നുമില്ല, നിവിൻ കാവേരിയെ കാണുന്നുമില്ല. അങ്ങനെ അവിടെ വന്ന് കുറേ നേരം നിന്ന് കഴിഞ്ഞിട്ട് ഒരു ഓട്ടോ വിളിക്കുന്നുണ്ട് കാവേരി. അങ്ങനെ ഓട്ടോയിലോട്ട് കയറാൻ വരുമ്പോഴാണ് നിവിൻ കാണുന്നത്. കാവേരി ഓട്ടോയിൽ കയറി പോകുന്നത്. പെട്ടെന്ന് ചായ വെച്ചിട്ട് ഓടി ചെല്ലുന്നുണ്ട്. പക്ഷേ കാവേരി നിവിനെ കാണുന്നില്ല. നിവിനാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നത് തന്നെ കാവേരിയെ കാണാനാണ്. എവിടെയാണ് കാവേരി താമസിക്കുന്നതെന്നും നിവിൻ അറിയത്തില്ല. കണ്ടെത്താനാണ് അങ്ങോട്ട് വന്നത്. അങ്ങനെ നിവിൻ എന്തായാലും തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. കാവേരിക്ക് പുതിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് നിവിൻ എത്തിയിരിക്കുന്നത്. കാവേരിയെ അങ്ങനെ വിടാൻ നിവിനും തീരുമാനിച്ചിട്ടില്ല. ഈ സമയത്താണ് പെട്ടെന്ന് നിവിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അപ്പം ഫോണിൽ രാഗിണിയാണ്. അപ്പം രാഗിണി ഉടനെ നിവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പം എവിടെയാ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എവിടെയായാലും നിനക്കെന്താ വേണം, നീ എന്തിനാ എൻ്റെ കാര്യം അന്വേഷിക്കുന്നതെന്ന് നിവിൻ ചോദിക്കുന്നുണ്ട്. അല്ല, കൊച്ചിയിലേക്കെന്നും പറഞ്ഞുകൊണ്ട് രാജേശ്വരി ആൻറ്റി അടുത്തെന്ന് പറഞ്ഞിട്ടാണ് നീ പോയത്. ഇപ്പം തിരുവനന്തപുരത്ത് കാവേരിയുടെ പുറകിലാണെന്ന് രാജേശ്വരി ആൻറ്റി അറിഞ്ഞാൽ നിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് രാഗിണി ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിവിൻ ഒന്ന് പേടിക്കുന്നുണ്ട്. നിനക്ക് എന്താ വേണ്ടുന്നത്, നീ എന്തിന് ഇപ്പോഴും എൻ്റെ പുറകെ ഇങ്ങനെ ശല്യം ചെയ്ത് നടക്കുന്നത്? ഞാനും നീയും തമ്മിലുള്ള വിവാഹം ഒരിക്കലും നടക്കത്തില്ല, പിന്നെ എന്തിനാ എൻ്റെ പിറവെ ഇങ്ങനെ ശല്യം ചെയ്ത് നടക്കുന്നതെന്ന് രാഗിണി അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാഗിണി പറയുന്നുണ്ട്, ഞാൻ നിന്നെ അങ്ങനെ വെറുതെ വിട്ടിട്ടില്ല. നീ വിചാരിച്ചോ നീ ഇഷ്ടപ്പെട്ട കാവേരിയായിട്ട് സൂചിച്ച് ജീവിക്കാം, ഇനിയും അവളുടെ പുറകെ പോകാം എന്നൊക്കെ നീ വിചാരിച്ചോ? അതൊരിക്കലും നടക്കത്തില്ല. എൻ്റെ ജീവിതം തകർത്തിട്ട് നീ അങ്ങനെ കാവേരിയായിട്ട് സൂചിച്ച് വാഴുമെന്ന് നീ വിചാരിക്കണ്ട. അപ്പം ആൻറ്റി അറിഞ്ഞാൽ നിൻ്റെ അവസ്ഥ എന്തെന്ന് മാത്രം നീ ഇപ്പം ചിന്തിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഫോണങ്ങ് കട്ട് ചെയ്യാണ്. ഇത് കേൾക്കുമ്പോൾ നിവിൻ ആകപ്പാടെ വിഷമവും ദേഷ്യമൊക്കെ ആവുന്നുണ്ട്. കാരണം രാജേശ്വരി അറിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാവുമെന്ന് നിവിൻ അറിയാം. ഈ സമയത്ത് കാവേരി എങ്ങോട്ട് പോയെന്നറിയാതെ ആകപ്പാടെ ടെൻഷനിൽ നിൽക്കുകയാണ് നിവിൻ. അങ്ങനെ നിവിൻ വീണ്ടും പുതിയ പ്രശ്നങ്ങളൊക്കെ ആയി കാവേരി അടുത്തേക്ക് വരികയാണ്. നിവിൻ തിരുവനന്തപുരത്തേക്ക് വന്ന കാര്യം രാഗിണി ഉടനെ ജയപാലിനെ അറിയിക്കുന്നുണ്ട്. അപ്പം രാഗിണി പറയുന്നുണ്ട്, അച്ഛാ, ഞാൻ അവനെ അങ്ങനെ വെറുതെ വിടത്തൊന്നുമില്ല. അവൻ കാവേരിയായിട്ട് അങ്ങനെ സൂചിച്ച് കഴിയാമെന്നൊന്നും അവൻ വിചാരിക്കണ്ട. അവൻ്റെ പിറകെ ഞാൻ ഉണ്ടെന്ന് രാഗിണി ഇങ്ങനെ വാശിയോടെ ജയപാലിൻ്റെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്.